ഇത് എൻ്റെ ഒരു സഹപാഠിയുടെ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച ഒരാളുടെ കഥയാണ്. വളരെ മോശം സ്റ്റുഡൻ്റായിരുന്നു. ഈ മോശം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. നമ്മൾ അന്നത്തെ കാലത്ത് എസ്പെഷ്യലി ഈ മാർക്സാണ് മാനദണ്ഡം. ഇപ്പം സ്റ്റുഡൻസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും എ, ബി, സി. അതായത് സി ആണ് ഏറ്റവും മോശം. ആ സി ലിസ്റ്റിൽ ഏറ്റവും അവസാനം വരുന്ന പേരുകളിലൊന്നാണ് അവൻ്റെ. ടീച്ചർമാർക്ക് നല്ല അഭിപ്രായമില്ലായിരുന്നു. പലപ്പോഴും അവൻ്റെ മാതാപിതാക്കൾ വരുമ്പോൾ ടീച്ചർമാർ വളരെ മോശമായ കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ കൂടെ പഠിച്ചിരുന്നവർക്ക് പോലും, ക്ലാസ്മേറ്റ്സിന് പോലും അവനെപ്പറ്റി അത്ര നല്ലൊരു അഭിപ്രായമല്ലായിരുന്നു. ഇൻ ദ സെൻസ് വേറൊന്നുമല്ല, പഠിത്തത്തിൽ വളരെ മോശമായിരുന്നു. ഇപ്പം ഞാൻ പോലും അവനെ അത്ര സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. ഞങ്ങളുടെ ഓർമ്മയിൽ അവൻ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരേ ഒരു കാര്യമാണ്. അതായത് ഒരു സിനിമ കാണും, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൗണ്ട് എഫക്റ്റ് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. സൗണ്ടിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ് കൊള്ളാം, അതിൻ്റെ സൗണ്ട് എഞ്ചിനീയർ നന്നായിരുന്നു, അല്ലെ അത് കൊള്ളില്ല. നമുക്കിത് കുറേ നേരം കേൾക്കുമ്പോൾ ബോറടിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിരുന്നു അവനൊരു വലിയൊരു പരാജയമാകാൻ പോവാന്ന്. ആ പരാജയം അല്ലെങ്കിൽ ആ സി ഗ്രേഡ് സ്റ്റുഡൻറ്റ് ഇന്ന് എന്താണ് ചെയ്യുന്നത്? ഇന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള സൗണ്ട് എഞ്ചിനീയേഴ്സിൽ ഒരാളാണ്. വളരെ പ്രശസ്തരായ ആൾക്കാരുമായി റെക്കോർഡ് ചെയ്യുന്നു. ഗ്രേറ്റ് ഫിനാൻഷ്യൽ കൈൻഡ് ഓഫ് എ മസിൽ ഹി ഹാസ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ഇന്ത്യയിലെ തന്നെ മഹാനഗരങ്ങളിലൊന്നിൽ ഒരു വലിയ ഫ്ലാറ്റ്. സാധാരണ നമ്മൾ സക്സസ്ഫുൾ എന്ന് പറയുന്നതിന് ഇൻഡിക്കേറ്റേഴ്സ് ഇതൊക്കെയാണ്. അതിലെന്താണോ അതിൽ കൂടുതൽ അവനുണ്ട്. അപ്പോൾ ആർക്കാണ് തെറ്റുപറ്റിയത്? അവനായിരുന്നു അന്ന്, അതോ അവനെ അറിയുന്നതിൽ ഞങ്ങൾക്കായിരുന്നു, അല്ലെ നമുക്കായിരുന്നു? എനിക്ക് തോന്നുന്നത് ഈ പലപ്പോഴും നമ്മളുടെ മാനദണ്ഡമുള്ളൂ. ഞാൻ കേരളത്തിൽ ജീവിക്കുന്ന ആളല്ല, കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ആളാണ്. പക്ഷേ കേരളത്തിൽ ഫ്രീക്വൻ്റായിട്ട് വരുമ്പോഴെല്ലാം ഞാൻ കാണുന്നൊരു കാര്യം, പലപ്പോഴും വലിയൊരു ഫ്ലക്സ് വെച്ചിരിക്കുന്ന ആളാണ്, ഒരു ബോർഡ് കാണാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് പറ്റി? നോക്കുമ്പോൾ A+ കരസ്ഥമാക്കി എന്നുള്ളതാണ്. യെസ്, ഗുഡ്. ഐ മീൻ മോശമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അത് അത്ര കൊട്ടിഘോഷിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ സ്റ്റുഡൻസിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന മാർക്സിൻ്റെ പേരിൽ മാത്രമാണ്. ഈ A+ വാങ്ങിക്കുന്ന കുട്ടികളൊക്കെ പിന്നീട് എന്ത് ചെയ്യുന്നു എന്നുകൂടെ അറിഞ്ഞാൽ കൊള്ളാം. ശരിയല്ലേ? നമ്മൾ കഴിവ്, ഒരു സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയുടെ കഴിവ് അളക്കുന്ന മാനദണ്ഡം അത് മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ ദ്രാവിഡ് പറഞ്ഞൊരു കാര്യമാണ് മനസ്സിലേക്ക് വരുന്നത്. രാഹുൽ ദ്രാവിഡ് പറഞ്ഞു, ടാലൻറ്റ് എന്നൊരു കാര്യം പറയുമ്പോൾ രാഹുൽ ദ്രാവിഡ് പറഞ്ഞു, സ്വയം വിനോദ് കാംബ്ലിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിനോദ് കാംബ്ലിയെ കാണുമ്പോൾ എല്ലാവരും പറയും, ഓ വാട്ട് എ ടാലൻറ്റ്. ഈ ടാലൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ഒരു ബാറ്റ്സ്മാൻ ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് ക്രിക്കറ്റ് പന്ത് അടിച്ചകറ്റുന്ന ആ ഒരു ടൈമിങ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കഴിവിനെയാണ് ടാലൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ വേറെ ടാലൻറ്റുകൾ ഒരുപാടുണ്ട്, അല്ലേ? അതായത് സ്വയം ഡിസിപ്ലിൻഡ് ആകുക, അല്ലെങ്കിൽ സ്വയം ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ സീനിയർ കളിക്കാരും ജൂനിയർ കളിക്കാരും കോച്ചസും ഒക്കെയുള്ള നല്ല ബന്ധം, മീഡിയമായിട്ട് നല്ല ബന്ധം, ഇതെല്ലാം ടാലൻറ്റിൽ പെടുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ പഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളുടെ ആ ഒരു വിജയത്തെ അത് ബാധിക്കും. പക്ഷെ നമ്മളുടെ ടാലൻ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇത് മാത്രമാണ്. നമ്മൾ അതിന് മാറേണ്ട ഒരു സമയമായി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, എന്തുകൊണ്ടാണ് അവർ വേറൊരു രീതിയിലാകുന്നത്? ബാക്കിയുള്ള കുട്ടികൾ പല സബ്ജക്ട്സും പഠിച്ച് പലതിലും മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കി. ഒരു കാര്യം ഞാൻ പറയട്ടെ, അക്കാഡമിക് അല്ല സ്കോളാസ്റ്റിക് റെക്കോർഡ് അല്ലെങ്കിൽ ബ്രില്യൻസ് മോശമാണെന്നല്ലത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് പലപ്പോഴും നമ്മൾ ഇത് പഠിച്ചു അത് പഠിച്ചു എല്ലാം പഠിച്ചു ഫൈനലി നമ്മൾ എന്ത് കോഴ്സ് എടുക്കണം എന്നൊക്കെ തീരുമാനിക്കുമ്പോൾ ഈ ആൾക്കാർ പലപ്പോഴും അവർ വളരെ ഫോക്കസ്ഡാണ് ചെറിയ പ്രായത്തിൽ തന്നെ. അവർക്കറിയാം എന്താ വേണ്ടത്, അവർ അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുന്നു, ആ രീതിയിലുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു, അതിൽ എക്സ്പേർട്സ് ആവുന്നു. ഒരു തമാശയ്ക്ക് പറയും, ഈ ക്ലാസ്സിൽ ഏറ്റവും മിടുക്കരായിട്ട് പഠിച്ചുകൊണ്ട് വരുന്നവരൊക്കെ പിന്നീട് ജോലിക്കാരാവും. അവർക്ക് ജോലി കൊടുക്കുന്നതോ ഈ ഉഴപ്പി നടക്കുന്നവരായിരിക്കും. തമാശയാണ്, പക്ഷേ അതിലൊരു കാര്യമുണ്ട്. മേ ബി ഇറ്റ്സ് ഹൈ ടൈം വി ടുക്ക് എ ലുക്ക് അറ്റ് ടാലൻറ്റ് ഇൻ എ വെരി ഡിഫറെൻറ്റ് വേ. അങ്ങനെ ചിലപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെയാണ് തുടങ്ങുന്നത്. വീട്ടിൽ പലപ്പോഴും നമ്മൾ അച്ഛനും അമ്മയും ഒരു കുട്ടിയുടെ ശരിയായുള്ള ഇറ്റ്സ് എ പാർട്ട് ഓഫ് പേരൻറ്റിങ്, ശരിയായ കഴിവ് ഏത് ദിശയിലാണെന്ന് അത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്കൊരു കൂടുതൽ എൻകറേജ്മെൻറ്റ്, കൂടുതൽ പ്രോത്സാഹനം, സപ്പോർട്ട് കൊടുത്താൽ അത് വളരെ നന്നായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ മേ ബി അടുത്ത സ്റ്റീവ് ജോബ്സ് അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സ് അല്ലെങ്കിൽ ശങ്കർ മഹാദേവൻ നമ്മുടെ ഫാമിലിയിൽ നിന്നോ നമ്മുടെ നെയ്ബർഹുഡിൽ നിന്നോ നമ്മുടെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ ആവാം. അങ്ങനെ ആവട്ടെ. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.